ചെറിയ ക്ലാസ് മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ കോച്ചിങ് നൽകേണ്ട ആവശ്യകതയുണ്ട്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അത് നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, NDE ആയിക്കോട്ടെ, തുടങ്ങിയ ഏത് എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ലെവലിൽ നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് +2 കഴിഞ്ഞിട്ടാണ്. പിന്നെ എന്തിനാണ് 6ാം ക്ലാസ് മുതലോ 7ാം ക്ലാസ് മുതലോ 8ാം ക്ലാസ് മുതലോ 9ാം ക്ലാസ് മുതലോ ഒക്കെ എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ്റെ കോച്ചിങ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്? ഇതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഓൾ ഓവർ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോടോ നമ്മുടെ ജില്ലയിലെ കുട്ടികളോടോ സ്റ്റേറ്റിലെ കുട്ടികളോടോ ഒന്നുമല്ല. ഇന്ത്യയിൽ ഒന്നാകെ വരുന്ന ഇന്ത്യക്ക് പുറത്തും പഠിച്ചിരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അത്രയും വലിയൊരു കൗണ്ടിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്കറിയാം, നോർത്തിലൊക്കെ 5ാം ക്ലാസ് മുതൽ തന്നെ എൻട്രൻസിൻ്റെ കോച്ചിങ് ലഭിച്ചു വരുന്ന കുട്ടികളാണ് ഉള്ളത്. നിങ്ങൾ പല മൂവീസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, പേപ്പറിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ടാവും. ഓരോ പ്രത്യേക സ്ഥലങ്ങൾ തന്നെ എൻട്രൻസിന് പേര് കേട്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ 5ാം ക്ലാസ് മുതലും 4ാം ക്ലാസ് മുതലും ഒക്കെ കുട്ടികളെ ഇതിനായിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ ഇതിനുള്ള കോച്ചിങ് കിട്ടി വളർന്നു വരുന്നൊരു കുട്ടി, ഓക്കെ, ആ കുട്ടിയോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 +2 മാത്രം പഠിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് 5ാം ക്ലാസ് മുതൽ വ്യക്തമായിട്ടുള്ള പ്ലാനോടെ കൃത്യമായിട്ടുള്ള സിലബസ് പഠിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ ടൈം മാനേജ്മെൻറ്റും ഒക്കെ കീപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരു കുട്ടിയോടാണ് നമ്മൾ വെറും 2 കൊല്ലത്തെ പ്രാക്ടീസ് കൊണ്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒബ്വിയസ്ലി നമ്മൾ പുറകിലായി പോകാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് +1 +2 കഴിഞ്ഞ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്നതാണെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. സിൻസ് നമ്മുടെ കോമ്പറ്റീഷൻ ഈ പറയുന്ന 5ാം ക്ലാസ് മുതലും 6ാം ക്ലാസ് മുതലും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്ന കുട്ടികളോടാണ്. അവരെ പിന്തള്ളിയിട്ട് വേണം നമുക്ക് മുന്നിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീറ്റോ JEE ആണെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. ഫാൽക്കൺ ബാച്ചിൽ നിങ്ങൾക്ക് വീക്ക്ലി ആണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും അതേപോലെ MCQസും ഒക്കെ ആയിരിക്കും നിങ്ങളെ ഫാൽക്കൺ ബാച്ചിൽ സൈലം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവുക. ഈ ഫാൽക്കൺ ബാച്ചിലെ ക്ലാസ്സുകൾ അധികവും വരുന്നുണ്ടാവും സൺഡേ ആട്ടോ. നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്. ആ സൺഡേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു, 10th നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു, നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോൾ കേരളത്തിൽ അറിയാം, നോർമലി എൻട്രൻസിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ +1 +2 പഠിക്കുന്നു. +1 +2 ചിലപ്പോൾ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നേരെ ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നു. എന്നാൽ ഇവരെ കമ്പയർ ചെയ്ത് ഈ ഒരു പാറ്റേണിൽ പോകുന്ന കുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ അഡീഷണലി ഒരു 2 കൊല്ലം അവരേക്കാൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് അവരെ അപേക്ഷിച്ചിട്ട് കൂടുകയാണ്. സോ ഈ ഒരു ഫാൽക്കൺ ബാച്ചിൽ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 2,999 ആണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്യണ്ട. കാരണം ക്ലാസ് 9ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ, നിങ്ങളെ സ്കൂൾ സിലബസിനനുസരിച്ചിട്ട് സൈലം ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബാച്ചാണ് നിഞ്ച ബാച്ച്. നിങ്ങളുടെ ഭൂരിഭാഗം പേരും നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകൾ കാണുന്ന വിദ്യാർത്ഥികളായിരിക്കും. കുറച്ച് പേരൊക്കെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടാവും. അപ്പോൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാൽക്കൺ ബാച്ചും കൂടെ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള നിഞ്ച ബാച്ചിൻ്റെ പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻഫിനിറ്റി പ്രോ എന്നാണ് ആ ഒരു പ്ലാനിൻ്റെ പേര്. ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 9th ട്യൂഷനും അതോടൊപ്പം ഫാൽക്കൺ ബാച്ചിൻ്റെ ട്യൂഷനും ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഫാൽക്കൺ ബാച്ചായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ കിട്ടുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്കൂളിലെ സിലബസും സ്കൂളിലത്തെ എക്സാംസും ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. That's it.